പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെമ്പാടും പ്രതിഷേധ സമരം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2023 ഡിസംബർ 19 ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ കട്ടപ്പനയിൽ കടകൾ അടച്ചിട്ടുകൊണ്ട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ റാലിയും തുടർന്ന് കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ ധർണാ സമരവും നടത്തപ്പെടുകയാണ്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് അധ്യക്ഷത വഹിക്കുന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സിബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KP ഹസൻ, യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സിജോ മോൻ ജോസ്, ജില്ലാ സെക്രട്ടറി ശ്രീ KP മാണി, വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ശ്രീമതി റോസമ്മ മൈക്കിൾ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളുടെ മുമ്പിൽ ഫെബ്രുവരി മാസം 19 ചൊവ്വാഴ്ച രാവിലെ 11 മുതൽ 1 മണി വരെ പ്രതിഷേധ മാർച്ച് ധർണയും നടത്തപ്പെടുകയും അതിന്റെ ഭാഗമായി കട്ടപ്പനയിലും 11 മുതൽ 1 മണി വരെ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ എല്ലാവരും ഒന്നടങ്കം മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച് ചെയ്ത് ധർണാ സമരം നടത്തുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 1994 പഞ്ചായത്ത് രാജ് ആക്ടിനകത്ത് ഒരു ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് 6-ാം തീയതി ഒരു ഓർഡിനൻസ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മാലിന്യ സംസ്കരണം സംബന്ധിച്ചാണ് ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഓർഡിനൻസിൽ കൊണ്ടുവരുന്ന നിയമ ഭേദഗതികളെല്ലാം വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ളതാണ്, വ്യാപാരികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ളതായതുകൊണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നേ ദിവസം ചൊവ്വാഴ്ച 54 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളുടെ മുമ്പിലും ധർണാ സമരം നടത്തി ഈ ഓർഡിനൻസിൽ വന്നിരിക്കുന്ന നിയമ ഭേദഗതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കി തരണമെന്നുള്ള ആവശ്യവുമായാണ് വ്യാപാരികൾ നിൽക്കുന്നത്. വ്യാപാരികൾക്ക് സമരം ചെയ്യാൻ താല്പര്യമുള്ള വിഭാഗമല്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തേണ്ടത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുമാണ്. അതിപ്പോൾ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതൊരു കാരണവശാലും വ്യാപാരികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാലിന്യം വിമുക്തമാകണമെന്ന വ്യാപാരികൾ അതിനെല്ലാ സഹകരണവും ഉണ്ടാകും. പക്ഷേ വ്യാപാരികൾ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട പരിപാടി അല്ലെങ്കിൽ ആ പണി വ്യാപാരികൾ ചെയ്യണമെന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഇന്ന് കേരളം ഒട്ടാകെ മാലിന്യം കാലാകാലങ്ങളിൽ എടുക്കുന്നത് പോലെ തന്നെ മുനിസിപ്പാലിറ്റി എടുക്കുകയും വ്യാപാരികൾ അതിനോട് സഹകരിച്ച് അവർ തന്നെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടാണ് വ്യാപാരം ചെയ്തുകൊണ്ട് പോകുന്നത്. ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു, 3 ബിന്ന് വെക്കണം. ആകെ 50 ചതുരശ്രയടി വിസ്തീർണമുള്ള ഒരു കടയ്ക്കകത്ത് അതിൻ്റെ മിന്നെ കൊടുത്ത് 3 ബിന്ന് വെച്ചാൽ അതിനകത്തുള്ള ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കടയിലും വയ്ക്കണം. അതായത് മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കടകൾ മുഴുവൻ, അതായത് ഒരു തട്ടാനിരുന്ന് പണിയുന്ന അവിടെയുള്ള 3 ബിന്ന് വെക്കണം. അവനെന്ത് വേസ്റ്റ് വരുമെന്നറിയാം. അതുപോലെ തന്നെ സ്വർണ്ണക്കടയിൽ 3 ബിന്ന് വയ്ക്കണം, മലഞ്ചരക്ക് കടയിൽ 3 ബിന്ന് വയ്ക്കണം, കാസറ്റ് വിൽക്കുന്ന കടയിൽ 3 ബിന്ന് വയ്ക്കണം. ഏത് കടയുണ്ടോ ആ കടയിലെല്ലാം 3 ബിന്ന് വയ്ക്കണം. വേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 ബിന്ന് വെച്ചിരിക്കും. 2, ഇപ്പൊ യൂസർ ഫീ വാങ്ങിക്കുന്നുണ്ട്. 100 രൂപയാണ് ഒരു കടയ്ക്ക്. അത് വലിയ കടയ്ക്ക് 100 രൂപയാണ്, ചെറിയ കടയ്ക്ക് 100 രൂപയാണ്. അത് മേടിച്ചോട്ടെ. പക്ഷെ ഈ മാലിന്യം ഇല്ലാത്ത കടയ്ക്ക് 100 രൂപ മേടിക്കുക. ഒരു തട്ടാനിരുന്ന് പണിയുന്നിടത്ത് എത്ര മാലിന്യം വരും? അവനോടും മാസം 100. ഒരു കാസറ്റ് വിൽക്കുന്ന കടയില്, സ്വർണ്ണക്കടയില്, മലഞ്ചരക്കടയിലൊക്കെ എന്താണ് വേസ്റ്റ് വരുന്നത്? അവിടെ എല്ലാം 100 രൂപ വെച്ച്. അത് കൂടാതെ ഇപ്പൊ വീടുകളിൽ നിന്ന് 50 കൂടെ. ഞാൻ എൻ്റെ കടയ്ക്ക് 100 കൊടുക്കണം, വീട്ടിൽ 50 കൊടുക്കണം. നമ്മുടെ ഒന്നും വീട്ടിൽ ഒരു മാലിന്യം ഇപ്പൊ ഇവിടെ ഈ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് ഇത് ഗവൺമെന്റ് ഉത്തരവുണ്ടാക്കുന്നത് ഡൽഹി പട്ടണത്തെ വെച്ചും തിരുവനന്തപുരം പട്ടണത്തെ വെച്ചൊക്കെയാണ്. അവർക്കൊന്നും വേസ്റ്റ് ഇടാനുള്ള സ്ഥലമുള്ള വീടുകളിലെല്ലാം അപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷെ ഇവിടെ ഹൈറേഞ്ച് പോലുള്ള ഇടുക്കി പോലുള്ള സ്ഥലത്ത് മുഴുവൻ
അര ഏക്കറിലും 1 ഏക്കറിലും 15 സെന്റ് 20 സെന്റ് 5 സെന്റിൽ കുറഞ്ഞ വീടില്ല. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.